ചതിയാ, നീയെല്ലാം ഇപ്പൊ എന്റെ മണ്ട കിട്ടൂലേ? തൽക്കാലം നീ ഒന്നും മിണ്ടണ്ട. അർജുൻ, ഈ മാക്രി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ആരോ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അതെന്തായാലും ഉറപ്പാ. അല്ലാതെ ഇതിന് മാത്രം ധൈര്യമൊന്നും അവനില്ല. സൈലൻസ്. അയ്യോ സാറ്, മാക്രി ഇപ്പൊ സാറ് വന്നതുകൊണ്ടേ താൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. തൽക്കാലത്തേക്ക് മാത്രം. എന്താ ഇവിടെ നിങ്ങളുടെ ശബ്ദം ആ കവല വരെ കേൾക്കാമല്ലോ. പെട്ടെന്ന് നോട്ട്സ് എടുക്ക്. ചതിയാ, നീ എന്ത് പണിയാടാ കാണിച്ചത്? എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല, പറഞ്ഞേക്കാം. നിന്നെ വിശ്വസിച്ച് നീ പറഞ്ഞത് കേട്ട് വന്ന ഞാനിപ്പോ വെടിയായി. ദാ, നീ എന്റെ കയ്യിലേക്ക് നോക്ക്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ രക്ഷിച്ചതാണെന്ന്? അവർ രണ്ടുപേരെയും കണ്ടിട്ട് എന്തോ ഒരു കളലക്ഷണം ഉണ്ടല്ലോ. കണ്ടുപിടിക്കണം എന്തായാലും. ഗൗരി, ഗൗരി, ഗൗരി. അയ്യോ, ഞാൻ ഇത്രയൊക്കെ വിളിച്ചിട്ടും അവളെ കേട്ടില്ല. ഇനിയിപ്പോ സാറ് കേൾക്കും. ഗൗരി, എന്താ നീ ഏത് ലോകത്താ ഗൗരി? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കണോ? അത് പിന്നെ ഞാൻ സാർ അവിടെ കാര്യമായിട്ട് ബോർഡിൽ എഴുതുന്നു. നീ ഇത് എവിടേക്ക് ശ്രദ്ധിക്കുന്നേ? ആ സാരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നീ ആലോചിച്ച് നോക്കിയോ എന്താവും പിന്നെ അവസ്ഥ എന്ന്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചിത്ര. അർജുൻ, നീ എന്നെ കൊലക്ക് കൊടുക്കാനാണോ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്? നീ പറഞ്ഞിട്ടാ ഞാനത് ഗൗരിക്ക് കൊടുക്കാൻ പോയത്. നീ എന്നെ കളിയാക്കി ഗൗരിയുടെ മുന്നിൽ നാണം കെടുത്തിയില്ലേ? ഞാൻ വിചാരിച്ചു നീ എന്നെ ചതിച്ചതാണെന്ന്. പിന്നീട് നീ അതെടുത്ത് നിന്റെ പോക്കറ്റിലും ആക്കി. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പൊന്നളിയാ, നീ ഇങ്ങനെ പ്രഷർ കേറ്റാതെ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ അത് ഗൗരിക്ക് കൊടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ഗൗരി നിന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് നീ ഓർക്കുന്നുണ്ടോ? നീയാണെങ്കിൽ പേടിച്ച് വിയർത്ത് സത്യം പറയാൻ പോകുന്ന അവസ്ഥയിലായിരുന്നു. അതിന് ഞാൻ കൃത്യസമയത്ത് അവിടെ വന്ന് നിന്നെ കളിയാക്കി രംഗം മാറ്റിയില്ലായിരുന്നെങ്കിൽ ഗൗരി അപ്പോൾ തന്നെ കാര്യം കണ്ടുപിടിച്ചേനെ. സാർ വന്നപ്പോൾ ഞാൻ ആ കത്ത് മാറ്റിയത് കൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ സമാധാനമായി നിന്നിട്ട് ശ്വാസം വിടുന്നത്. അല്ലെങ്കിൽ ഇപ്പോ ആ സാറത് പൊക്കി നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലറിയിച്ചേനെ. സത്യത്തിൽ ഞാൻ നിന്നെ രക്ഷിക്കുകയാ ചെയ്തത്. എനിക്കൊന്നും അറിയണ്ട. നിനക്ക് മീരയോട് പ്രേമമുണ്ടെങ്കിൽ നീ നേരിട്ട് പോയി പറ. അല്ലാതെ എന്നെ ഇതിലേക്ക് വലിച്ചെടുക്കരുത്. ഗൗരി ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അവൾക്ക് പ്രേമലേഖനം കൊടുക്കാൻ നടക്കുവാന്നാ. ഹോ, എന്റെ ഇമേജ് മൊത്തം തകർന്നു പോയി. എനിക്ക് ഗൗരിയോട് നേരിട്ട് പറയാൻ ചെറിയൊരു പേടി. നീയല്ലേ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. നീ വിചാരിച്ചാലേ ഈ അർജുന് ഒരു ലൈഫ് ഉണ്ടാവോ? പ്ലീസ് അറിയാ, നീ എന്നെ ഒന്ന് സഹായിക്ക്. ബാക്കി കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തോളാം. എടാ അജു, നാളത്തെ മാത്സ് എക്സാമിന് നീ പഠിച്ചോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, പഠിച്ചു. എടാ അജു, ഇതെന്താ നീ കാട്ടിവെച്ചിരിക്കുന്നത്? നീ ഗൗരിയുടെ ഫോട്ടോസ് ഒക്കെ വെച്ച് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഉണ്ടാക്കി ഡ്രാഫ്റ്റ് ആയിട്ടിരിക്കുകയാണോ? നീ അവളെ ലൈൻ അടിക്കുവാണോ? പോത്തേ, ഒന്ന് പതുക്കെ പറയടാ, എല്ലാവരും കേൾക്കും. എന്റെ ഫോൺ ഇങ്ങതാ. അത് ഗൗരി, ഇവനുണ്ടല്ലോ. എന്റെ ഫോൺ ഇങ്ങതാടാ. ഒന്നുമില്ല ഗൗരി. അത് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഗൗരി ശങ്കരം സിനിമയിലെ പാട്ടിന്റെ കാര്യം പറയുകയായിരുന്നു. ഗൗരി എന്ന് മാത്രമല്ല അവൻ പറഞ്ഞത്, ഗൗരി ശങ്കരം എന്നാണ് പറഞ്ഞത്. അല്ലട കുട്ടപ്പായി? ഗൗരി, വാ ഗൗരി, നമുക്ക് പോകാം. ഗൗരി, എന്താ ഗൗരി നീ ആലോചിക്കുന്നത്? അവിടെ അർജുനും ആ മാക്രിയും കൂടി എന്തോ ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നല്ലോ. അതാ ചിത്ര എനിക്ക് മനസ്സിലാകാത്തത്. ആ മങ്കി ഉറക്കെ എന്റെ പേര് പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാ. പക്ഷേ ഞാൻ പോയപ്പോഴേക്കും ആ അർജുൻ ഫോൺ വാങ്ങി പെട്ടെന്ന് തന്നെ പോക്കറ്റിലിട്ടു. എന്നിട്ടെന്തോ ഗൗരി ശങ്കരം സിനിമയുടെ കഥയും പറയുന്നു. എന്നെ കണ്ട
അവിടെ സംസാരിച്ചത്. പോടി, നീ എന്നെ കളിയാക്കാതെ. അവൻ എന്തോ എന്നെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? ഈ അർജുനുണ്ടല്ലോ, അടുത്ത കാലത്തായി എന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക നോട്ടമാണ്. ക്ലാസ്സിലിരിക്കുമ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും അവൻ പെട്ടെന്ന് ബുക്കിലേക്ക് നോക്കും. അതാണ് എനിക്കും തോന്നുന്നത് ആ അർജുന് നിന്നെ ഒടുക്കത്തെ ഇഷ്ടമാണെന്നാണ്. ആ മങ്കി ചിലപ്പോൾ നിന്റെ ഫോട്ടോ എന്തെങ്കിലും അർജുന്റെ ഫോണിൽ കണ്ടു കാണും. അതുകൊണ്ടാ അവന്മാർ അവിടെ കിടന്ന് അടിയുണ്ടാക്കിയത്. ഒന്ന് പോ ചിത്രേ, വെറുതെ ഓരോന്ന് പറയല്ലേ. അവൻ ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവൻ നല്ലൊരു ഫ്രണ്ടായിട്ടാ തോന്നിയിട്ടുള്ളത്. നേരിട്ട് പറയാൻ പേടിയുള്ളത് കൊണ്ടാവും അവൻ ആ മങ്കിയെ കൂട്ടുപിടിക്കുന്നത്. നമുക്ക് എന്തായാലും നാളെ ആ മങ്കിയെ അങ്ങ് പൊക്കാം. അവനെ കിട്ടിയാൽ പിന്നെ ആ കാര്യം ഞാൻ ചോർത്തിയെടുത്തോളാം. ആ, നീ എന്താന്ന് വെച്ചാ ചെയ്യേ. എനിക്കും അറിയണം ആ ഫോണിൽ എന്തായിരുന്നെന്ന്. ഗൗരി, ബസ് വരാൻ വൈകുമെന്ന് തോന്നുന്നു. നടന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ ബൈക്കിൽ കയറിക്കോ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്ക് നിന്റെ ബൈക്കിൽ വരേണ്ട ആവശ്യമില്ല വിക്രം. നീ നിന്റെ ബൈക്ക് പോയിക്കോ. ഓ, എന്തൊരു ദേഷ്യം! ഞാനൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ ഗമ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൗരി, വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ ഗൗരി, നീ സംസാരിക്ക്. നിന്റെ സംസാരം കേൾക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗൗരി, അതാ അർജുൻ വരുന്നു. ഗൗരി, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഡാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ ഗൗരിയെ ശല്യം ചെയ്യരുതെന്ന്. ഓഹോ, അപ്പോ ഇവനാണോ ഇവളുടെ പുതിയ കാവൽക്കാരൻ? നീ ആരാടാ ഇതൊക്കെ അന്വേഷിക്കാൻ? ഡാ, നീ എന്നെ കളിയാക്കുന്നോ? അർജുൻ, വേണ്ട അർജുൻ, അർജുൻ, അർജുൻ പ്ലീസ്. അർജുൻ, ആളുകളെല്ലാം ഓടിക്കൂടുന്നു. എന്താണ് ഇവിടെ പ്രശ്നം? പിള്ളേരായാൽ മര്യാദക്ക് നിൽക്കണം. ഇതിനൊക്കെയുള്ള മറുപടി നിനക്ക് ഞാൻ തരുന്നുണ്ടടാ, നീ ഓർത്തു വെച്ചോ. നീ ഒന്ന് പോടച്ചേക്കാൻ. അർജുൻ, നിർത്ത് അർജുൻ, വാ, മതി. വെറുതെ പ്രശ്നമുണ്ടാക്കല്ലേ. അതിന് മാത്രം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അർജുൻ. ചിത്ര, എനിക്കത് പേടിയാകുന്നു ചിത്ര. ഡാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. അർജുൻ, നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല ഗൗരി. പക്ഷെ അവൻ ഇനിയും നിന്നെ ശല്യം ചെയ്താൽ ഞാൻ നോക്കി നിൽക്കില്ല. ഗൗരി, അതാ ബസ് വരുന്നു.